കോടികളുടെ സ്വർണവും പണവും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിനെ മറിയാക്കി നടന്ന വലിയ കൊള്ളയുടെ അല്ലെങ്കിൽ വലിയൊരു അഴിമതിയുടെ ചുരുളഴിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇ ഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ 21 മിന്നൽ റെയ്ഡ് നടത്തിയത്. ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഓഫീസുകളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞിടത്തു നിന്നും അപ്രതീക്ഷിതമായി ശബരിമല സന്നിധാനത്തുൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികളുടെ വീടുകളിൽ ഉൾപ്പെടെ ഒരേ സമയത്ത് പല സംസ്ഥാനങ്ങളിലായി തെളിവ് ശേഖരണവും അതുപോലെ തന്നെ പരിശോധനയും നടന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ, ഇതാണ് SIT അല്ലെങ്കിൽ ED ഈ ഒരു അന്വേഷണത്തിലിട്ട ഓമന പേരെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ പല നേതാക്കന്മാരെയും അല്ലെങ്കിൽ പലരെയും കൊടുക്കാനുള്ള തെളിവുകളാണ് EDക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് എനിക്കറിയാൻ കഴിഞ്ഞത് CPM-ലെ ചില നേതാക്കന്മാരൊക്കെ നെഞ്ചത്തടിച്ച് കരഞ്ഞു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് ഒരു കേസിൽ. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കേസുകളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വമ്പന്മാരായിട്ടുള്ള ഒരുപാട് പേരെ ED കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ വിവരങ്ങളൊന്നും ED ആണെങ്കിലും SIT ആണെങ്കിലും ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ ശബരിമല വിഷയവുമായി സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ തന്ത്രിയെ പിടിക്കുന്ന ഒരു സാഹചര്യം, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് വാജിവാഹനം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. തന്ത്രിയെ മറയാക്കി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിൽ CPM-ന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് CPM കളിക്കുന്ന ഒരു കളിയാണ് തന്ത്രിയെ വെച്ചിട്ട് വാജിവാഹനം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കേസും സ്വർണ്ണപ്പാളിയും എല്ലാം അപ്രത്യക്ഷമായിട്ട് വാജിവാഹനം മാത്രമായിരുന്നു മാധ്യമങ്ങൾ നിറഞ്ഞുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, വാജിവാഹനം, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, വാജിവാഹനം. ഇത് തന്നെയായിരുന്നു മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വാർത്ത. പക്ഷെ അവിടെ നമ്മൾ അറിയാതെ പോയ ഒരാളുണ്ട്, ദേവസ്വം ബോർഡ് മന്ത്രി. ദേവസ്വം ബോർഡ് മന്ത്രിയിൽ നിന്നും പിന്നീട് വാസവൻ. എങ്ങനെ CPM-ന്റെ തന്നെ മുതിർന്ന നേതാക്കന്മാരിലേക്ക് എത്താൻ പോകുന്ന പല പടികളും അവിടെ ഉണ്ടായിട്ടും ഇതൊന്നും മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത അയൽവാസിയായിട്ടുള്ള വ്യക്തി ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചിട്ടുണ്ടെന്നും അതിലൊരു തവണ വന്ന് വേഗം പോയി, 2ാം തവണ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് സൽക്കാരത്തിന് ശേഷമാണ് പോയത് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിയുടെ ബന്ധം കടകംപള്ളി തുറന്നു വെക്കുന്നത് ഒരു ഭക്തൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുള്ളൂ. ഇവിടെ സംശയങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തില്ല എന്ന് ആദ്യം ഇദ്ദേഹം പറഞ്ഞു. നമ്മൾ പല മാധ്യമങ്ങൾ ഇത് എനിക്ക് അയാളെ അറിയത്തൊന്നുമില്ല, ശബരിമല അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കണ്ടു. പിന്നീടാണ് ഇവര് തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കണമെങ്കിൽ അത്രത്തോളം ഒരു ബന്ധം ഉണ്ടാകണം. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഈ പോറ്റിമാരുമായിട്ട് മന്ത്രിയായി ഇരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോ ഏതൊരു ദേവസ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖന്മാർക്ക് അത്യാവശ്യം ബന്ധമുണ്ടാകും. കാരണം ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവരെ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പിടിച്ചിട്ട് തന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്നൊരു തോന്നലാകാം. എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും ഭക്തി മാർഗം സ്വീകരിക്കണം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവരുടെ ആരാധനാക്രമങ്ങൾ സ്വീകരിക്കണം, അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് വരുന്ന മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ സ്വർണ്ണക്കടത്ത് തന്നെയാണ്. ഗോൾഡൻ ഷാഡോ എന്ന് പറഞ്ഞ പേരിട്ട് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ ആരാണ് സ്വർണം കൊണ്ടുപോയത് എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ മകരവിളക്ക് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ, നടയടച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു മിന്നൽ റെയ്ഡ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. മിന്നൽ റെയ്ഡ് എന്ന് പറയാൻ കാരണം തന്നെയും യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യതയുള്ളിടത്ത് മാത്രം, അതായത് ദേവസ്വം ബോർഡിൽ മാത്രമായിരിക്കും റെയ്ഡ് ഉണ്ടാകാൻ സാധ്യത എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ, പക്ഷെ അപ്രതീക്ഷിതമായി പ്രതികളുടെ വീടുകളിലും അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ നോമിനികളുടെയും സ്പോൺസർമാരുടെയും എല്ലാവരുടെയും വീടുകളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു, സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അവിടെ നിന്നും 10 മണിക്കൂറുകളോളമാണ് പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സമയമൊക്കെ ഇത്രത്തോളം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ലഭിക്കേണ്ട ഒരുപാട് തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ പലരെയും കൊടുക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രതികൾക്ക് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആദ്യത്തെ കേസിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പത്മകുമാറിനും വാസുവിനും അതുപോലെ ഗോവർദ്ധനും ഒക്കെ ജാമ്യം പരിഗണനയിലാണെന്ന് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു കൊള്ള നടന്ന് ഇവരെയൊക്കെ പുറത്തുവിട്ടാൽ അത് തെളിവ് നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇനിയും പല തെളിവുകളും കണ്ടെത്താൻ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്ക് SIT-യെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ കേസ് ശബരിമല വിഷയവുമായി മാത്രം ഒതുക്കി നിർത്തരുത്. അതെ, ഇത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിനുള്ളിൽ ഓഡിറ്റിംഗ് നടത്തണം. ശക്തമായിട്ടുള്ള പുറത്തുനിന്നൊരു സംഘത്തെ വെച്ച് അന്വേഷണം നടത്തണം. ഓരോ ദേവസ്വം ബോർഡിന്റെ, നമുക്കറിയാം കേരളത്തിൽ എത്രയോ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം എത്രത്തോളം സ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം കിണ്ടിയാണെങ്കിലും മൊന്തയാണെങ്കിലും സ്വർണ്ണമാലയാണെങ്കിലും സ്വർണ്ണ പൊട്ടാണെങ്കിലും അടക്കം എത്രയോ രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിൽ നിന്നും കാണാതെ പോയിട്ടുണ്ട്. ഇതൊക്കെ ആര് കൊണ്ടുപോയി, എവിടെ പോയി എന്ന് അന്വേഷണം വേണ്ടേ? ഇത് ആരും അറിയാതെ പലപ്പോഴും പോയിട്ടുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കണം. ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വെളിയിൽ നിന്നും ഒരു ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം
പല പ്രമുഖന്മാരുടെയും മുഖങ്ങൾ ഇങ്ങനെയാണ് അഴിഞ്ഞു വീഴുന്നത്. അപ്പം ശബരിമലയെ സംബന്ധിച്ച് ഓഡിറ്റിംഗ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ വർഷവും ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിലെ കണക്കുകളെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ വരുന്ന സ്വർണമാണെങ്കിലും മറ്റ് എന്താണെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടുന്ന് സ്വർണം പോയത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്രത്തോളം സ്വത്തുകൾ പുറത്തു പോയിട്ടുണ്ടാകും? നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പുറത്തു വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ പറയുന്ന മറ്റൊരു ക്ഷേത്രമുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രം. ശബരിമലയിൽ നിന്നും 4.5 കോടി 5 കോടി രൂപയുടെ സ്വർണമാണ് കാണാതെ പോയതെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതെ പോയ സ്വർണത്തിന്റെ എണ്ണവും തിട്ടവും ആർക്കും അറിയില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. അവിടുന്ന് എത്ര കൊണ്ടുപോയി, എന്ത് കൊണ്ടുപോയി ആർക്കും അറിയില്ല. ഈ പോറ്റിമാരുമായിട്ട് അടുത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി ആ വൃത്തങ്ങളിൽ ദേവന്റെ സ്വത്തുകൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പല ആളുകളുമുണ്ട്. അത് അറിഞ്ഞും അറിയാതെയും കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്വത്ത് എന്റെയും കൂടെ ആണ് എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പൊ ഇവരിലേക്കൊക്കെ അന്വേഷണം നീളണം. ഇത് ശബരിമലയിൽ മാത്രം, അയ്യപ്പനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിന്റെ വിശ്വാസ സമൂഹത്തില് വിശ്വാസികൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് ഉണക്കണമെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അത്രത്തോളം സുരക്ഷിതമുള്ളതാണെന്നും അത്രത്തോളം ട്രാൻസ്പെറന്റ് ആണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങൾ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ ജനങ്ങൾ സർക്കാരിനെതിരാകും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന ശബരിമലയിൽ ഇത്രയും സാമ്പത്തികമായി പല രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ശബരിമല പോലെയുള്ള ഇടത്തു നിന്നും ഇത്രയും വലിയൊരു അന്വേഷണം നടക്കുമ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. ചില സിനിമകളിലൊക്കെ, അതും ചില അന്യ സംസ്ഥാന സിനിമകളിലൊക്കെ, അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വലിയ വലിയ മാഫിയകളെ കൊടുക്കാൻ വേണ്ടിയുള്ള SITയുടെ ഓരോ നീക്കങ്ങളും നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ കുടുങ്ങാൻ പോകുന്ന മാഫിയകളിൽ ആരൊക്കെ ഉണ്ടാകും? അല്ലെങ്കിൽ ഇപ്പോൾ കടകംപള്ളിയുടെ പേര് കേൾക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് തന്ത്രി കണ്ഠരാജുവിനെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. CPM-നെ മാത്രം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല, CPM മാത്രമാണെന്ന് പറയുന്നില്ല, അതിൽ മറ്റു പല പാർട്ടികളുടെയും മറ്റു പലരും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് ആകെ കുറ്റപ്പെടുത്താൻ കഴിയുന്നത് CPM-നെയാണ്. എന്തുകൊണ്ടാണ്? CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള N വാസുവിനെ ആണെങ്കിലും പത്മകുമാറിനെ ആണെങ്കിലും തള്ളിപ്പറയാൻ ഇതുവരെ CPM ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തള്ളി പറഞ്ഞിട്ടില്ല. അവിടെയാണ് സംശയങ്ങൾ CPM-നെതിരെ ഉന്നയിക്കാൻ കഴിയുന്നതും CPM ഇതിൽ പ്രതിപ്പട്ടികൾ ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്.